നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ഇറങ്ങി പോകുന്ന ഓർത്താണോ അമ്മ പേടിക്കുന്നത്? അതോ ഞാൻ എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്നാണോ അമ്മ ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നും ചെയ്ത് ഞാൻ ആരെ വിഷമിപ്പിക്കുകയോ നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുകയോ ചെയ്യില്ലമ്മേ. ഇവനെ ഒന്ന് റീകണ്ടീഷൻ ചെയ്താലോ എന്ന് ആലോചിക്കുക. അതിന് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒന്നുമില്ലല്ലോ. ഏയ് അതൊന്നുമില്ല. എങ്കിലും മെയിൻ്റെനൻസിന്റെ ആവശ്യമൊന്നുമില്ല. നീ ആ കുഞ്ഞോന്റെ വർക്ക്ഷോപ്പിലൊന്ന് കാണിക്കേ. ശരിയാ സാർ. ചായ അവനോർക്കണേ. ഏയ് ഞാൻ കുടിച്ചതാ, അച്ഛൻ കുടിക്കും. രമ്യമോള് രാവിലെ തന്നെ വലിയ സന്തോഷത്തിലാണല്ലോ. അതെ രാധമ്മ, എല്ലാരും കുറച്ചു കഴിയുമ്പോ വീട്ടിലേക്ക് വരണേ. ഒരു വിശേഷമുണ്ട്. അതെ, വേഗം റെഡിയാവും. രാജുവും വരണം. എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിയാൻ നോക്കിയാലുണ്ടല്ലോ. എന്തോ കാര്യമായിട്ട് വലിയ ആഘോഷാന്ന് തോന്നുന്നുണ്ട്. ഒരു വലിയ ആഘോഷത്തിലേക്ക് ചിലപ്പോ കടന്നേക്കാവുന്ന ഒരു ചടങ്ങാ പെണ്ണുകാണൽ ചടങ്ങ്. അയ്യോ, എന്റെ പെണ്ണുകാണലല്ല. അല്ലേ? എന്റെ ചേട്ടന്റെ പെണ്ണുകാണല. സ്ത്രീധനത്തുക കൂടുതലായിരിക്കല്ലേ? അതെ, 85 ലക്ഷം 80 പവനും. അല്ല, ഇത് വേണുങ്കൾ എങ്ങനെ അറിഞ്ഞു? അല്ല, ഞാനത് ഊഹിച്ചതാ. ഓ, വേണുങ്കൾ ഞങ്ങൾ കിട്ടുന്ന വെച്ചതാണല്ലേ? ഹരി, ഓൾ ദി ബെസ്റ്റ്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ആര്? അമ്മ. രാധമ്മേ, എങ്കിൽ ഞാൻ പോയിട്ട് വരാവേ. പിന്നെ ഈ ബന്ധം ഉറപ്പിച്ച എന്റെ ഹരീഷിന്റെ വിവാഹം ഒരേ പന്തിൽ വെച്ച് നടത്താന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്താ ഹരീഷേ, നിന്റെ മുഖത്തൊരു പ്രസാദം ഇല്ലാത്തത്? ഒന്നുമില്ല അങ്കളെ. രമേ, നീ വാ. ഈ ചെക്കനിത് എന്തു പറ്റി? എന്തായാലും രമ്യ, അവനെ പെണ്ണാണോ ഇഷ്ടല്ലേ? അതൊക്കെ അവന് ഇഷ്ടായിക്കോളും. അങ്കിളിനെ അറിയാലോ, അവൻ പണ്ടേ ഒരു നാണം കുണിയല്ലേ. രാജു, വന്നേക്കണേ. നിന്റെ ചേട്ടന്റെ പെണ്ണാണല്ലേ ഞാൻ എന്തിനാ വരുന്നത്? എനിക്ക് വർമ്മ സാറിന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ സമയം. അച്ഛനും അമ്മയും ശ്രീയും വരും. നീ ചെല്ല്. അച്ഛാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ? സൂക്ഷിച്ചു പതിയെ പോണം മോനെ. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ജാതകത്തിലെ ഈ ആഴ്ച ശനിയുടെ വിളയാട്ടാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാ. ശരി മോനെ. ശ്രീ, നീങ്ങി വാ, അടുക്കള കുറിച്ച് പണിയുണ്ട്. വീടമ്മേ. എന്താമ്മേ, അമ്മയ്ക്ക് പേടിയായോ? ഞാൻ ഇറങ്ങി പോകുന്ന ഓർത്താണോ അമ്മ പേടിക്കുന്നത്? അതോ ഞാൻ എന്തെങ്കിലും അവിവേകം കാണിക്കുമെന്നാണോ അമ്മ ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നും ചെയ്ത് ഞാൻ ആരെ വിഷമിപ്പിക്കുകയോ നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുകയോ ചെയ്യില്ലമ്മേ. എന്തെങ്കിലും ചെയ്യാനായിരുന്നെങ്കിൽ എല്ലാം അമ്മ അറിഞ്ഞ ദിവസം തന്നെ ഞാൻ ചെയ്യില്ലായിരുന്നോ? അമ്മ പേടിക്കണ്ട,
അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ രാധമ്മയുടെ മകളല്ലേ. തീയിൽ ചവിട്ടി നിന്ന് ജീവിക്കാനാണെങ്കിൽ അങ്ങനെ. അമ്മയെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കരുത് മോളെ. എന്റെ മക്കളെ 3 പേരെയും മനസ്സ് വിഷമിപ്പിക്കാതെയല്ലേ ഞാൻ നിങ്ങളെ വളർത്തിയത്. നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ വലുതായപ്പോ നിങ്ങളുടെ ആഗ്രഹങ്ങളും വലുതായി. നിന്റെ മനസ്സിലെ ആഗ്രഹത്തിന് രുക്മിണി ചേച്ചി ഇട്ടിരിക്കുന്ന ലക്ഷ്യങ്ങളുടെ വില അമ്മയ്ക്കും അച്ഛനും ചിന്തിക്കാൻ പോലും പറ്റാത്തതാ. പ്രിയയുടെ സ്ത്രീധന തുക പോലും മുഴുവനായിട്ട് കൊടുത്തു തീർക്കാനാവാതെ വീർപ്പ് മുട്ടുകയാ ഞാനും നിന്റെ അച്ഛനും. അവന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാനാവുന്നതൊക്കെ രാജുവും ചെയ്യുന്നുണ്ട്. എല്ലാം എനിക്കറിയാം അമ്മ. ഒരുമിച്ച് വളർന്നു വന്നവരല്ലേ ഞാനും ഹരീഷും. എപ്പോഴോ ഇവിടെ വെച്ചോ ഞങ്ങള് രണ്ടാളും പരസ്പരം സ്നേഹിക്കുകയാണെന്ന് മനസ്സിലാക്കി അത് ഇത്രയും വലിയ പ്രശ്നങ്ങളായി മാറുമെന്ന് അന്ന് ഞാനും ചിന്തിച്ചില്ല. എന്റെ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞമ്മേ. ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്തതാ ഞാൻ ആഗ്രഹിച്ചത്. എല്ലാം മറക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അമ്മ ധൈര്യമായിട്ടിരിക്കുക. ശ്രീ, നീ അമ്മയ്ക്ക് ധൈര്യം പകർന്നു തരികയാണോ? നിന്റെ മനസ്സിലെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? അമ്മയോട് ക്ഷമിക്കും മോളെ. എടീ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? ഞാൻ എന്താ നിന്നോട് പറഞ്ഞിരുന്നത്? എന്റെ വാക്കിനൊരു വില പോലും തരാതെ തോന്നിവാസം കാണിക്കത്തോളി. അശ്വിനോട് രാജുവിനോട് നീ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ദീപക് സാറിനെ തെറ്റിദ്ധരിക്കരുത്. സംശയം തോന്നി രാജുവേട്ടനോട് ചോദിച്ചപ്പോ എനിക്കെല്ലാം പറയേണ്ടി വന്നു. പക്ഷേ ദീപക് സാറിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. സാരി മാറ്റി വേറൊരു ഡ്രസ്സ് വെച്ച കുറ്റം ഞാൻ ഏറ്റെടുത്തു സാറേ. നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അശ്വിനോട് നീയാണ് സാരി മാറ്റിയെന്ന് നീ പറയില്ലായിരുന്നു. അവിടെയാണ് എന്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞത്. നീ കുറ്റം ഏറ്റെടുത്തെന്ന്. നിന്നെ ഉണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.